നമ്മൾ വിശ്വസിക്കുന്ന ഈ ലോകം മാത്രമാണോ സത്യം? അതോ നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത മറ്റൊരു പ്രപഞ്ചം കൂടി നിലനിൽക്കുന്നുണ്ടോ? ഭൗതികശാസ്ത്രത്തിന് ഇന്നും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു പ്രതിഭാസമാണ് പാരലൽ യൂണിവേഴ്സ് അഥവാ സമാന്തര പ്രപഞ്ചങ്ങൾ. എന്നാൽ 1954 ജപ്പാനിലെ ടോക്കിയോ എയർപോർട്ടിൽ നടന്ന ഈ ഒരു സംഭവം ഈ ചിന്തകളെ ശരിവെക്കുന്നതായിരുന്നു. താൻ വന്നത് ലോക ഭൂപടത്തിലില്ലാത്ത ഒരു രാജ്യത്ത് നിന്നാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ. അയാളുടെ കയ്യിൽ ഇല്ലാത്ത രാജ്യത്തെ ഒരു പാസ്പോർട്ടും രേഖകളും ഉണ്ടായിരുന്നു. സായുധരായ പോലീസുകാർ കാവൽ നിന്ന 10ാം നിലയിലെ അടച്ചുപൂട്ടിയ ഹോട്ടൽ മുറിയിൽ നിന്നും ഒരടയാളം പോലും ശേഷിപ്പിക്കാതെ അയാൾ അപ്രത്യക്ഷനായി. ആരായിരുന്നു ആ മനുഷ്യൻ? എവിടെ നിന്നാണ് അയാൾ വന്നത്? ടോറഡ് എന്ന നിഗൂഢ രാജ്യം യഥാർത്ഥത്തിൽ എവിടെയാണ്? മിസ്റ്ററി ഫയൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തിരയുന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ദ മാൻ ഫ്രം ടോറഡ് എന്ന നിഗൂഢ മനുഷ്യന്റെ പിന്നിലെ രഹസ്യങ്ങളാണ്. വീഡിയോ പൂർണ്ണമായും കാണുക, കാരണം ഇതിന്റെ അവസാനം നിങ്ങളെ കാത്തിരിക്കുന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന സത്യമാണ്. ജൂലൈ മാസത്തിലെ ഒരു ഉച്ചതിരിഞ്ഞ സമയം ജപ്പാനിലെ ടോക്കിയോ ഹാനേഡ എയർപോർട്ട് പതിവ് പോലെ തിരക്കിലാണ്. വിമാനങ്ങൾ വന്നിറങ്ങുന്നു. യാത്രക്കാർ തങ്ങളുടെ ലഗേജുകളുമായി കസ്റ്റംസ് കൗണ്ടറുകളിലേക്ക് നീങ്ങുന്നു. ആ തിരക്കിനിടയിലാണ് കറുത്ത സ്യൂട്ട് ധരിച്ച കയ്യിൽ ഒരു ബ്രീഫ് കേസുമായി ഏതാണ്ട് 40 വയസ്സ് തോന്നിക്കുന്ന ആ മനുഷ്യൻ കസ്റ്റംസ് ഓഫീസറുടെ മുന്നിലെത്തുന്നത്. തികച്ചും മാന്യമായ വേഷം, ഒരു ബിസിനസ്സുകാരന്റെ ഗൗരവം. കാണാൻ ഒരു യൂറോപ്യൻ വംശജനെ പോലെ തോന്നിക്കുന്ന അയാൾ ഓഫീസറുടെ ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകി. പ്രധാനമായും ഫ്രഞ്ച് ഭാഷയിലാണ് അയാൾ സംസാരിച്ചിരുന്നത് എങ്കിലും അത്യാവശ്യം ജാപ്പനീസ് ഭാഷയും അയാൾക്ക് വഴങ്ങുമായിരുന്നു. ഓഫീസർ പതിവ് പോലെ അയാളുടെ പാസ്പോർട്ട് വാങ്ങി പേജുകൾ മറിച്ചു. പക്ഷേ ഒരു നിമിഷം ആ ഓഫീസറുടെ കൈകളൊന്ന് വിറച്ചു. അയാൾ തന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ ആ പാസ്പോർട്ടിലേക്ക് വീണ്ടും വീണ്ടും നോക്കി. അതിൽ അയാളുടെ രാജ്യം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ടോറഡ് എന്നായിരുന്നു. ഓഫീസർ അമ്പരപ്പോട് ചോദിച്ചു, ടോറഡ്? ഇങ്ങനൊരു രാജ്യം എവിടെയാണ്? ആ ചോദ്യം കേട്ട് ആ വിദേശി ഒന്ന് ചിരിച്ചു. അയാൾക്കതൊരു തമാശയായാണ് തോന്നിയത്. അയാൾ പറഞ്ഞു, ടോറഡ് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള രാജ്യം, കഴിഞ്ഞ 1000 വർഷമായി അവിടെയുള്ള രാജ്യം. നിങ്ങൾ എന്താണ് ഈ ചോദിക്കുന്നത്? അയാൾ കള്ളം പറയുകയില്ല എന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിലുള്ള വിസ സീലുകളും രേഖകളും എല്ലാം ഒറിജിനൽ ആയിരുന്നു. ലോകത്തെ ഏത് മികച്ച പാസ്പോർട്ടിനോടും കിടപിടിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളും സീലുകളും അതിലുണ്ടായിരുന്നു. പക്ഷേ ലോകത്തിലെ ഒരു ഭൂപടത്തിലും അന്ന് അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ മിസ്റ്ററിയുടെ തുടക്കം. ആരായിരുന്നു അയാൾ? അയാൾ എവിടെ നിന്നാണ് വന്നത്? അയാളുടെ അവകാശവാദം കേട്ട് ആശയക്കുഴപ്പത്തിലായ ഉദ്യോഗസ്ഥർ ഒടുവിൽ ഒരു വലിയ ലോക ഭൂപടം തന്നെ അയാളുടെ മുന്നിൽ നിവർത്തിവെച്ചു. എന്നിട്ട് തന്റെ രാജ്യം എവിടെയാണെന്ന് കാണിക്കാൻ ആവശ്യപ്പെട്ടു. ഭൂപടം പരിശോധിച്ച ആ മനുഷ്യൻ ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ആൻഡോറ എന്ന കൊച്ചു രാജ്യത്തിന് നേരെ വിരൽ ചൂണ്ടി. പക്ഷേ അവിടെ ആൻഡോറ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് അയാൾ വല്ലാതെ അസ്വസ്ഥനായി. ഇത് എന്റെ രാജ്യമാണ്, പക്ഷേ ഇവിടെ എന്തിനാണ് ആൻഡോറ എന്ന പേര് നൽകിയിരിക്കുന്നത് എന്നയാൾ അത്ഭുതത്തോടെയാണ് ചോദിച്ചത്. നൂറ്റാണ്ടുകളായി തന്റെ രാജ്യം നിലനിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരു രാജ്യം ഭൂപടത്തിൽ കാണുന്നത് കണ്ട് അയാൾ ആകെ തകർന്നുപോയി. അയാൾ അറിയുന്ന ലോകമല്ല താൻ ഇപ്പോൾ നിൽക്കുന്ന ലോകമെന്ന വലിയൊരു സത്യം അവിടെ വെച്ചാണ് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയത്. അയാളുടെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ കണ്ട് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ ശരിക്കും വിയർത്തുപോയി. അയാളുടെ പാസ്പോർട്ടിൽ ടോറഡിലെ ഔദ്യോഗിക സീലുകൾക്ക് പുറമെ അയാൾ ഇതിനു മുമ്പ് യാത്ര ചെയ്ത പല രാജ്യങ്ങളുടെയും കസ്റ്റംസ് സീലുകൾ ഉണ്ടായിരുന്നു.
അതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം മുൻപ് പലതവണ അയാൾ ജപ്പാനിൽ തന്നെ വന്നിറങ്ങിയതിന്റെ സീലുകളും ആ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതായത് ഇതിനു മുമ്പ് അയാൾ ഇതേ എയർപോർട്ടിൽ ഇതേ പാസ്പോർട്ടുമായി വന്നിട്ടുണ്ട്. അന്ന് ആർക്കും ഒരു പ്രശ്നവും തോന്നിയിരുന്നില്ല, ആരും ഒരു പ്രശ്നവും ഉന്നയിച്ചിരുന്നതുമില്ല. അയാൾ കള്ളനാണെന്ന് പറയാൻ ഒരു പഴുതുപോലും ആ രേഖകളിൽ ഉണ്ടായിരുന്നില്ല. പാസ്പോർട്ട് കൂടാതെ അയാളുടെ ബ്രീഫ് കേസിൽ ടോറഡ് എന്ന രാജ്യത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. കൂടാതെ പല യൂറോപ്യൻ രാജ്യങ്ങളിലെ കറൻസികളും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾക്ക് ടോക്കിയോയിലെ ഒരു കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അയാളുടെ കയ്യിൽ ആ കമ്പനിയുടെ അഡ്രസ്സും ഫോൺ നമ്പറും വ്യക്തമായി എഴുതിയ രേഖകളും ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ ആ നമ്പറിൽ വിളിച്ചപ്പോൾ അങ്ങനെയൊരു കമ്പനി നിലവിലില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ ആ മനുഷ്യൻ കാണിച്ച രേഖകളെല്ലാം തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളതും യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്നതുമായിരുന്നു. ഇതോടെ ഇതൊരു സാധാരണ തട്ടിപ്പല്ലെന്നും ഇതിനു പിന്നിൽ അദൃശ്യമായ മറ്റെന്തോ ഉണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് ഉറപ്പായി. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ജാപ്പനീസ് അധികൃതർ ആ നിഗൂഢ മനുഷ്യനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി അടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇതൊരു അന്താരാഷ്ട്ര ചാരപ്പണിയാണോ അതോ വല്ല ക്രിമിനൽ ഗൂഢാലോചനയാണോ എന്നറിയാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 10ാം നിലയിലുള്ള ഒരു ഹോട്ടൽ മുറിയിലാണ് അയാളെ താമസിപ്പിച്ചത്. രക്ഷപ്പെടാൻ യാതൊരു പഴുതും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ആ മുറിയുടെ ഏക വാതിലിന് പുറത്ത് 2 സായുധരായ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ വിടാതെ കാവൽ നിന്നു. 10ാം നില ആയതുകൊണ്ട് തന്നെ ജനലിലൂടെ പുറത്തിറങ്ങുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു. അയാൾ അകത്തുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഉദ്യോഗസ്ഥർ വാതിൽ പുറത്തുനിന്ന് പൂട്ടി. പിറ്റേന്ന് രാവിലെ ചോദ്യം ചെയ്യലിന്റെ ബാക്കി നടപടികൾക്കായി ഉദ്യോഗസ്ഥർ വാതിൽ തുറന്നപ്പോൾ അവർ കണ്ട കാഴ്ച വിശ്വസിക്കാനായില്ല. ആ മുറി ശൂന്യമായിരുന്നു. ആ മനുഷ്യൻ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. ബാത്റൂമിലോ കട്ടിലിനടിയിലോ അലമാരയ്ക്കുള്ളിലോ പോലും അയാളുടെ ഒരടയാളവും കണ്ടില്ല. ജനലുകൾ പരിശോധിച്ചപ്പോൾ അത് അകത്തുനിന്ന് കൃത്യമായി ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. കാവൽ നിന്ന ഉദ്യോഗസ്ഥർ സത്യം ചെയ്തു പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ വാതിൽ ഒരിക്കൽ പോലും തുറന്നിട്ടില്ല എന്ന്. എന്നാൽ പോലീസിനെ കൂടുതൽ ഞെട്ടിച്ചത് മറ്റൊന്നാണ്. എയർപോർട്ടിൽ വെച്ച് അയാളിൽ നിന്ന് പിടിച്ചെടുത്ത പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഓഫീസിലെ സേഫിൽ നിന്നും ദുരൂഹമായി അപ്രത്യക്ഷമായിരിക്കുന്നു. അയാൾ എങ്ങോട്ടാണ് പോയത്? 10ാം നിലയിലെ ആ അടച്ചുപൂട്ടിയ മുറിയിൽ നിന്നും അയാൾ എങ്ങനെയാണ് അപ്രത്യക്ഷനായത്? അയാൾ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന് സമാന്തരമായി മറ്റൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. ഒരുപക്ഷെ നമ്മുടെ ഈ ലോകത്ത് ആന്റോറ എന്ന് വിളിക്കുന്ന രാജ്യം അയാളുടെ ലോകത്ത് ടോറഡ് ആയിരുന്നിരിക്കാം. ഏതെങ്കിലും നിഗൂഢമായ കാരണത്താൽ ഒരു പ്രപഞ്ചത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് അയാൾ അറിയാതെ എത്തിപ്പെട്ടതാകാം. എന്നാൽ അതല്ല, ഇതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. പക്ഷേ ജാപ്പനീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക രേഖകളിൽ ഇന്നും ആ മനുഷ്യന്റെ വരവ് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? ആ മനുഷ്യൻ ശരിക്കും മറ്റൊരു ലോകത്ത് നിന്നും വന്നതാണോ, അതോ വെറുമൊരു മിഥ്യയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നിഗൂഢതകൾ നിറഞ്ഞ മിസ്റ്ററി ഫയൽസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ ഇതിലും ഞെട്ടിക്കുന്ന മറ്റൊരു നിഗൂഢതയുമായി നമുക്ക് വീണ്ടും കാണാം.